വന്ദേ മാതരം. 1897 ജൂൺ മാസം 22-ാം തീയതി പട്ടാള ജനറൽ ആയിരുന്ന വോക്ക് റാൻഡും ലഫ്റ്റനന്റ് ആയിരുന്ന ചാൾസ് ഐറിസ്റ്റും വെടിയേറ്റു മരിച്ചു എന്ന വാർത്തയായിരുന്നു അത്. അധികം താമസിയാതെ തന്നെ കൊലയാളികളെ കുറിച്ചുള്ള വാർത്തകളും നിറഞ്ഞു. ചാപ്പേക്കർ സഹോദരന്മാരായിരുന്നു അവർ. ചാപ്പേക്കർ സഹോദരന്മാർ 3 പേരായിരുന്നുവെങ്കിലും ദാമോദർ ചാപ്പേക്കറും ബാലകൃഷ്ണ ചാപ്പേക്കറുമാണ് കൊല നടത്തിയത്. മൂന്നാമൻ വാസുദേവ് ചാപ്പേക്കർ ആയിരുന്നു. എന്റെ ജീവിതത്തെ ആഴത്തിൽ സ്പർശിച്ച ചാപ്പേക്കർ സഹോദരന്മാരെ കുറിച്ച് പറയാതെ എനിക്ക് മുമ്പോട്ട് പോകാനാവില്ല. ഹരികഥാ നായകനായിരുന്ന ഹരിഭാനുവിന്റെ മക്കളായിരുന്നു ചാപ്പേക്കർ സഹോദരന്മാർ. ചിഞ്ചവാഡിലായിരുന്നു അവരുടെ താമസം. വാസുദേവ് ബൽവന്ത് ഫഡ്കെയ്ക്ക് ശേഷം വന്ന തീവ്ര ദേശീയവാദികളിൽ പ്രധാനികളായിരുന്നു ഇവർ. അവർ മുമ്പൊക്കെ ശിവാജി ഉത്സവങ്ങളിലും മറ്റും തിലകനോടൊപ്പം ചേർന്ന് പങ്കെടുത്തിരുന്നുവെങ്കിലും പിന്നീട് അതിനെ ആഡംബരമാണെന്നും കെട്ടുകാഴ്ചകളാണെന്നും വിമർശിക്കുകയുണ്ടായി. ശിവാജിയോടുള്ള ബഹുമാനം വാക്കിലല്ല, മറിച്ച് ആയുധം കയ്യിലെടുത്തുകൊണ്ടാണ് കാണിക്കേണ്ടത് എന്നായിരുന്നു അവരുടെ പക്ഷം. ദണ്ഡപാണി എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയിരുന്ന ദാമോദർ ചാപ്പേക്കർ 100 പേരോളം അടങ്ങുന്ന ഒരു സായുധ സംഘത്തിന് പരിശീലനം കൊടുത്തിരുന്നു. എന്തായാലും രോഗത്തിന്റെ മറവിൽ മതപരമായ വിഷയങ്ങളിലേക്കുള്ള കടന്നുകയറ്റങ്ങളും ആരാധനാലയങ്ങൾ തല്ലി തകർക്കാനും വിഗ്രഹങ്ങൾ നശിപ്പിക്കാനും തുടങ്ങിയപ്പോൾ ചാപ്പേക്കർ സഹോദരന്മാർ അതിന് കാരണക്കാരനായ ആളെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. വിക്ടോറിയ രാജ്ഞിയുടെ കിരീടധാരണത്തിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ തിരക്കിനിടയിലാണ് അത് നടന്നത്. ബാലകൃഷ്ണ ചാപ്പേക്കർ കുതിരവണ്ടിക്കുള്ളിലേക്ക് ചാടിക്കയറി വെടിവെച്ചു. പക്ഷെ അപ്പോഴാണ് അത് ചാൾസ് ആണ് എന്ന് മനസ്സിലായത്. ഉടൻ തന്നെ പിന്നിലുണ്ടായിരുന്ന ദാമോദർ ചാപ്പേക്കർക്ക് വിവരം കൊടുക്കുകയും അദ്ദേഹം പിന്നിൽ വന്ന കുതിരവണ്ടിക്കുള്ളിലേക്ക് ചാടിക്കയറി വോക്ക് റാൻഡിനെ കൊല്ലപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് അവർ 2 പേരും സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. കൊലയാളികളെ പിടിച്ചു കൊടുക്കുന്നവർക്ക് ബ്രിട്ടൻ ഒരു വലിയ പാരിതോഷികം തന്നെയാണ് പ്രഖ്യാപിച്ചത്. ജയചന്ദ്മാർക്ക് അന്നും ഇന്നും എന്നും പഞ്ഞമില്ലാതിരുന്ന നമ്മുടെ നാട്ടിൽ അത് ചെയ്യാനും ആൾക്കാരുണ്ടായി. അവരുടെ കൂടെ തന്നെ പ്രവർത്തിച്ചിരുന്ന ദ്രാവിഡ് സഹോദരന്മാരായിരുന്നു അത് ചെയ്തത്. ദാമോദർ ചാപ്പേക്കറും ബാലകൃഷ്ണ ചാപ്പേക്കറും പോലീസ് പിടിയിൽപ്പെട്ടു. ബാലകൃഷ്ണ ചാപ്പേക്കർ രക്ഷപ്പെട്ടുവെങ്കിലും വീണ്ടും ഇതേ ദ്രാവിഡ് സഹോദരന്മാർ തന്നെ ഒറ്റിക്കൊടുത്ത് വീണ്ടും പോലീസ് പിടിയിൽപ്പെട്ടു. അപ്പോഴാണ് മൂന്നാമനായ വാസുദേവ് ചാപ്പേക്കർ രംഗത്തേക്ക് വരുന്നത്. മഹാദേവ് റാനഡയോടും വിഷ്ണു ശാസ്ത്രിയോടുമൊപ്പം ദ്രാവിഡ് സഹോദരന്മാരെ വാസുദേവ് കൊന്നു. പക്ഷേ അധികം താമസിയാതെ തന്നെ അദ്ദേഹവും പോലീസ് പിടിയിൽപ്പെട്ടു. അങ്ങനെ 1898 ഏപ്രിൽ മാസം 18-ാം തീയതി ദാമോദർ ചാപ്പേക്കറെ തൂക്കിക്കൊന്നു. മെയ് 8, 9 തീയതികളിലായി ബാലകൃഷ്ണയെയും വാസുദേവിനെയും റാനഡയെയും തൂക്കിക്കൊന്നു. മഹാരാഷ്ട്രയെ ഒന്നാകെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു അത്. വാദപ്രതിവാദങ്ങളൊക്കെ ധീരതയോടെ നേരിട്ട് ഗീതാ ശ്ലോകങ്ങൾ ഉരുവിട്ട് മരണത്തിലേക്ക് നടന്നു കയറിയ ചാപ്പേക്കർ സഹോദരന്മാർ എന്നെ വളരെ ആഴത്തിൽ തന്നെ സ്പർശിച്ചു. പലരും അവരെ എടുത്തുചാട്ടക്കാരാണ് എന്ന് പറഞ്ഞത് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ തങ്ങളുടെ ജീവിതം ഇല്ലാതാക്കി എന്ന വസ്തുത എന്റെ ഉറക്കം കെടുത്തി. അവർ അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിവിടെ വെറുതെ ഉണ്ടും ഉറങ്ങിയും കിടക്കുകയായിരുന്നു എന്ന കാര്യം ആലോചിച്ചപ്പോൾ എനിക്ക് ആത്മനിന്ദ തോന്നി. അസുഖം പിടിപെട്ട് ഞാൻ ഭാഗൂരിലേക്ക് മടങ്ങിയെത്തി. ഞങ്ങളുടെ നടുത്തളത്തിലുള്ള അഷ്ടഭുജ ഭവാനിയുടെ മുമ്പിലിരുന്ന് ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടും എന്ന് ദൃഢപ്രതിജ്ഞയെടുത്തു. ദേവി ഭവാനിയെ സാക്ഷിയാക്കി വിനായക് ദാമോദർ സവർക്കർ എന്ന എൻ്റെ ജീവിത ലക്ഷ്യം തീരുമാനിക്കപ്പെടുന്നത് ആ രാത്രിയിലാണ്. വന്ദേ മാതരം.